പരദീസ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറാണ് എന്ന് ഞാൻ പറഞ്ഞ അതിൽ തെറ്റില്ലല്ലോ. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു പോസ്റ്റ് കോവിഡ് സെനാരിയോ എന്നും മാത്രം പറയാൻ പറ്റില്ല. ഇന്ന് ടെക്നോളജി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ലോകം വളരെയധികം ടെക് സേവിയും അതിനപ്പുറത്തേക്ക് ഫാസ്റ്റ് ഗ്രോയിങ് ടെക്നോളജി ഇനേബിൾമെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വളരെ ചെറിയ സമയങ്ങൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലുള്ള എല്ലാ തരത്തിലുള്ള ടെക്നോളജികളും നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക. അതെല്ലാ എന്താ പറയുക കോൺസെപ്റ്റിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കോണുകളിലും അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ലിവിങ് കോൺസെപ്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് എന്ന് പറയുന്ന ഇതിലേക്ക് വരുമ്പോൾ അതിൽ എക്കോ ഫ്രണ്ട്ലി, സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ ടെക്നോളജി, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് ഒരു വലിയ ആശയം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ജിസേട്ടൻ ഈ പ്രോജക്റ്റിനകത്ത് അത് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ മണൽ വെച്ച് തേച്ചിരുന്ന പ്ലാസ്റ്ററിങ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നെ നമ്മൾ എംസാനിലോട്ട് കടന്നു, സിമെൻറ്റും ഇതൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ വളരെ പ്ലാസ്റ്റർ വാല എന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുള്ള നോ സിമെൻറ്റ്, നോ എംസാൻഡ്, നോ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൂട് കുറയ്ക്കുന്ന സിലിക്കോൺ സാൻഡ് പോലുള്ള ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു ഹൈലൈറ്റ്. പിന്നെ ഓഫ് കോഴ്സ് സോളാർ ഓപ്ഷണലായിരിക്കാം. നമ്മുടെ കോമൺ അമ്യൂണിറ്റീസൊക്കെ സോളാർ എക്യുപ്ഡ് ആയിരിക്കും. ആസ് എ യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ്, വലിയ ആയാലും അപ്പാർട്ട്മെൻ്റ് ആയാലും സോളാർ ഓപ്ഷൻ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം, ചോയ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു 2-3 വർഷം കഴിഞ്ഞ് അവിടെ ഒരു 100 റെസിഡൻസ് ആയി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സർവീസസ് ബേസിക് മെയിൻ്റനൻസിൽ വരുന്ന സർവീസസാണ്. ഇപ്പോൾ അവിടെയുള്ള ആംബുലൻസ് സർവീസസ് ആയാലും അവിടുത്തെ ഡോക്ടർ സർവീസസ് ആയാലും ഒക്കെ ബേസിക് സർവീസിൽ. പക്ഷേ ഒരുപാട് പെയ്ഡ് ഓൺ അല്ലെങ്കിൽ പ്ലഗ് ഇൻ സർവീസസ് ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആയാലും അക്യുപഞ്ചർ ഫെസിലിറ്റീസ് ആയാലും ആയുർവേദ മസാജ്, ലാബ് ടെസ്റ്റുകളൊക്കെ ആയാലും ഇതൊക്കെ പെയ്ഡ് അപ്പ് സർവീസസ് ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് നാളെ എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യേണ്ട, എനിക്ക് നാളെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് 3 നേരത്തെ മീൽ വേണം അല്ലെങ്കിൽ 1 നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് നോക്കുമ്പോൾ അതിന് നമ്മുടേതായ സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ, ടെക്നോളജി. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് 1 ടച്ചിൽ നമുക്ക് നാളെ ഒരു മട്ടൻ ബിരിയാണി കഴിക്കണമെങ്കിൽ അത് കഴിക്കാവുന്ന. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ഒരു കാഞ്ഞിരപ്പള്ളിയിലുള്ളൊരു ജേക്കബേട്ടനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത്, ഞാനൊരു 5-5:30 എനിക്ക് ഈ ജോഗിങ് ട്രാക്കിൽ കൂടെ നടന്ന് ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ വന്നിരിക്കുമ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ എനിക്കൊരു ബ്ലാക്ക് ടീ വേണം. ക്യാൻ ഐ ഗെറ്റ് ദാറ്റ് ബ്ലാക്ക് ടീ? അപ്പോൾ ആളുടെ ഒരു ലൈഫിൽ ആളുടെ ഒരു 7 o'clock ഇരിക്കുന്ന വൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആളുടെ ഒരു കൺവീനിയൻസ് എന്ന് പറയുന്നത് ആ ജോഗിങ് ട്രാക്ക് വന്നിരിക്കുമ്പോൾ 6:15 ബ്ലാക്ക് ടീ കിട്ടാന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി കിച്ചൺ തുറക്കുന്നത് 8 AM പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വാളിറ്റി ഓഫ് സർവീസസ് ആണ് ഇതിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടും നമ്മൾ അതിനകത്ത് സർവീസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അത് ആ സെയിം ജേക്കബേട്ട എന്നോട് ചോദിച്ചതാണ്, എനിക്കിന്ന് മട്ടൻ ബിരിയാണി തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ ജീസ് പറയും, പർദീസ ലിവിങ്ങിൽ ഇന്ന് ഫിഷ് കറി ആൻഡ് ചിക്കനാണെന്ന് പറയും, പക്ഷേ എനിക്ക് മട്ടൻ ബിരിയാണി തിന്നണം. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത് നമുക്ക് ഒരിക്കലും മാനുവലി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാ ദിവസവും ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് നിങ്ങൾക്ക് നാളെ മട്ടൻ ബിരിയാണി വേണോ, നാളെ നിങ്ങൾ 6 മണിക്ക് എനിക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു 1 day in advance ആയിട്ട് നമുക്കിതുപോലെ എന്ത് സർവീസും, ഫുഡ് സർവീസ് ആവാം, നമ്മുടെ ലോണ്ട്രി സർവീസ് ആവാം, നമ്മുടെ അക്യുപഞ്ചർ ആയുർവേദ മസാജ് സർവീസ് ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആവാം, ഈവൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഡയാലിസിസിന് പോകുന്ന ഹോസ്പിറ്റൽ ഡ്രോപ്പ്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ മകനോ മകളോ അച്ഛനോ അമ്മയോ വരുമ്പോൾ പിക്കപ്പ് സർവീസസ് വരെ നമ്മളതൊരു പാക്കേജ് പോലെ, ചിലതൊക്കെ കോമൺ സർവീസസ് നമ്മുടെ ബേസിക് മെയിൻ്റനൻസ് ചാർജിൽ ഉൾപ്പെടുത്തും, ചിലത് ഒരു ആഡ് ഓൺ പെയ്ഡ് ഓൺ സർവീസായിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ആപ്പും കസ്റ്റമൈസ്ഡ് ആപ്സും ഇപ്പോൾ ഒരുപാട് ഫ്രീ ലാൻസ് ആയിട്ടുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗേറ്റ് സർവീസസ് ആയാലും ഗസ്റ്റ് സർവീസസ് ആയാലും. പക്ഷേ ഇത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പർദീസ ലിവിങ് നമ്മളൊരു ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും പരിഹാരം എന്നുള്ള പ്രൊജക്റ്റിൽ അവസാനിക്കുന്ന ഒരു സാധനമല്ല. എവരി 3 year, എവരി 5 year കേരളത്തിലും പുറത്തും ഈ ഒരു വിഷനിൽ, ഈ ഒരു കോൺസെപ്റ്റിൽ
മൾട്ടിപ്പിൾ പറുദീസ ലിവിങ്ങിൻ്റെ പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അത് ഏത് സ്കെയിലിൽ ഏത് ലൊക്കേഷനിൽ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വൺ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലല്ല. നമ്മളൊരു പറുദീസ ലിവിങ് എന്നുള്ള ഒരു ബ്രാൻഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വിത്തിൻ കേരള ഓർ ഈവൻ വിത്തിൻ സൗത്ത് ഇന്ത്യ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ലോജിസ്റ്റിക്കൽ ലൊക്കേഷണൽ ബൗണ്ടറി ഇല്ല. ഈ ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ടെംപ്ലേറ്റിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ലൊക്കേഷനും സത്യം പറഞ്ഞാൽ ഇതിന് ആപ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റിൽ ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ മൾട്ടിപ്പിൾ പറുദീസ ലിവിങ് പ്രൊജക്റ്റുകളും വളരെ ഹാപ്പിയും മൾട്ടിപ്പിൾ പറുദീസ കമ്മ്യൂണിറ്റികളും ആ ഒരു ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മലയാളി സമൂഹവും നോൺ മലയാളി സമൂഹവും വളർന്നു വരുന്നതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അത് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷം 15 വർഷത്തിന് ശേഷം ഇതിനൊരു ക്യാമ്പസ് പോലെ ഒരു വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ നമ്മളിതൊരു ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ബ്രാൻഡിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് സർവീസാണ് ആ ബ്രാൻഡിനെ പിടിച്ചു നിർത്തുന്ന ഒരു ക്വാളിറ്റി കിടക്കുന്നത്. നമ്മൾ കൺസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏത് ബിൽഡർക്കും ഏത് പാഷനേറ്റുള്ള ആൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ആ ക്വാളിറ്റി ഓഫ് സർവീസസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് നമ്മൾ സർവീസസ് ഫീൽഡിലും നമ്മളുടെ IT മേഖലയിലും ആസ് എ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡർ എന്ന നിലയിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഇൻഡെപ്ത് നോളജിനെ നമ്മൾ പരമാവധി എല്ലാ പോയിന്റുകളും ബ്രെയിൻ സ്റ്റോം ചെയ്ത് അത് ടെക്നോളജി ഉപയോഗിക്കേണ്ടടുത്ത് ടെക്നോളജിയും ലേറ്റസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടടുത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസും കറക്റ്റ് ഒരു 3 to 4 ഇയറിൻ്റെ എൻ്റെ മാത്രമല്ല കൂടെയുള്ളൊരു 5-10 പേരുടെ 3-4 വർഷത്തെ ഒരു തോട്ട് പ്രോസസ്സും ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തതും ഈ ഒരു ഫിനാൻഷ്യൽ ടെംപ്ലേറ്റ് വർക്കൗട്ട് ചെയ്യണതും ഈ ഒരു നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി ടെക്നോളജീനെയും കറക്റ്റ്. അപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ തുടക്കമാണ്. ഒരു ബ്രാൻഡാണ്. അപ്പോൾ പറുദീസ ലിവിങ് നമ്മുടെ ഒരു വിഷൻ പറയുകയാണെങ്കിൽ 3 year 5 year കഴിയുമ്പോൾ വളരെ അഫോർഡബിൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റി ബ്രാൻഡായിരിക്കും പറുദീസ ലിവിങ് എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം.